ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും MCX വീക്കിലി റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഗോൾഡ് നല്ലൊരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടിയായിരുന്നു, ക്രൂഡ് ഓയിലിൽ കിട്ടിയായിരുന്നു. നാച്ചുറൽ ഗ്യാസിലും ഓൾമോസ്റ്റ് അതേപോലത്തെ കിടില മൂവ്മെന്റ് ഒക്കെ നാച്ചുറൽ ഗ്യാസ് കിട്ടിയിരുന്നു. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നാച്ചുറൽ ഗ്യാസ് 416 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 418 വരെ ഹൈ പോയായിരുന്നു. ക്രൂഡ് ഓയിൽ നല്ല രീതിക്ക് താഴോട്ട് ഇറങ്ങി ബ്രേക്ക് ചെയ്തൊക്കെ വന്ന് താഴേക്ക് വന്ന ദിവസമായിരുന്നു. കൃത്യമായി ആ ഒരു റെഫറൻസ് ലെവലൊക്കെ കൃത്യമായി ക്രൂഡ് ഓയിൽ ആക്ടിവേറ്റ് ആയി. ഗോൾഡിലും XAUSD നിങ്ങൾക്ക് നല്ലൊരു മൊമെന്റം ഗോൾഡ് കിട്ടിയായിരുന്നു. അതേപോലെ സിൽവറിലും മൊമെന്റ് കിട്ടി താഴേക്ക് ഇറങ്ങി വന്നു. കൃത്യമായിട്ട് വീക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നുപോയി. അപ്പം സ്വാഭാവികം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വീക്കിലി ഒരു റിവ്യൂ നമുക്ക് നോക്കാം. വീക്കിലി റിവ്യൂവിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡെയിലി കൊടുത്തിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമുക്ക് ആദ്യം സിൽവറിൽ കൊടുക്കാം. സിൽവർ ഒരു ട്രെൻഡ് അപ്പ് ഒക്കെ വന്നിട്ട് താഴേക്ക് ഇറങ്ങിയ ഒരു ബാലൻസ് ഫോർമേഷനിലേക്കാണ് XAGUSD നിൽക്കുന്നത്. POC വന്നിരിക്കുന്നത് 50.845 ഔൺസിന്റെ ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. ആ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 50നും 51.45 ഇടയ്ക്കുള്ള $51.45 $58 ഇടയ്ക്കുള്ള റേഞ്ചിലാണ് കൃത്യമായിട്ട് ഈ സിൽവർ കിടന്ന് കളിക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സിൽവറിൽ സ്റ്റിൽ ഒരു ബൈ ഓൺ ഡിപ്പിന്റെ സ്ട്രാറ്റജീനെ എടുക്കും. എന്നെ സംബന്ധിച്ച് 48.50 ഭാഗത്തേക്ക് സിൽവർ വരികയാണെങ്കിൽ ഒരു ബൈയിങ്ങിന്റെ മൊമെന്റ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആക്കാം. ഈ സിൽവർ ഈ 2026 മാർച്ചിന് മുമ്പേ എൻ്റെ ഒരു ടാർഗറ്റ് ഒരു $65നും $70 ഇടയ്ക്ക് സിൽവറിൽ ഒരു ഹൈ എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ബൈ ഓൺ ഡിപ്പിൽ മാത്രമേ സിൽവറിന്റെ സ്ട്രാറ്റജി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. സിൽവറിന്റെ ഓപ്ഷൻസ് MCXൽ കുറച്ചും കൂടെ പാടാണ് ചെയ്യാൻ വേണ്ടി. ഗോൾഡും ചെയ്യുന്ന പോലെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇപ്പൊ സിൽവറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 51.5നും 50ക്കും ഇടയ്ക്കുള്ള റേഞ്ചിന് കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 50ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51.5 വരെയും 51.5 താഴെ നിൽക്കുകയാണെങ്കിൽ 50 വരെയുമുള്ള ഈ ഒരു അപ്സൈഡ് ഈ ഒരു റേഞ്ച് ഇങ്ങനെ പോവുക, ഇങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ പോവുക, ഇങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ച് പ്ലേ നടക്കാനുള്ള ചാൻസ് ഉള്ളൂ. 48.50 അഥവാ 48 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് സപ്പോർട്ടീവായിട്ട് നിൽക്കുകയാണ്. സിൽവറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ റേഞ്ച് തന്നെയാണ് അവ നിൽക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചുകൾ ഞാനൊന്ന് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു റേഞ്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാൻ ഈ ഒരു റേഞ്ചും തലേ ദിവസത്തെ ഈ റേഞ്ചും കൂടെ ഞാനൊന്ന് മെർജ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, രണ്ടും ഒരു റേഞ്ച് കിടന്ന് കളിക്കുകയാണ്. 51.8നും 49.4 ഇടയ്ക്കുള്ള എത്തുന്ന റേഞ്ച് കളിക്കുന്നത്. ഈ 48ന്റെ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൈ എടുക്കാം. ഇനി ഫ്രഷ് ബ്രേക്ക് ഔട്ടിന്, അതായത് ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ $52 മുകളിൽ മാത്രമേ സിൽവറിൽ മൊമെന്റം സ്റ്റാർട്ട് ചെയ്യും. ആ മൊമെന്റം ഈ ഒരു ഹൈയുടെ ഭാഗത്തേക്ക് $54 ഭാഗത്തേക്ക് പോകാനും $54 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഹെവി ബ്രേക്ക് ഔട്ടിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് സിൽവറിനെ എന്നോട് സ്ട്രാറ്റജി പറയേണ്ടത്. ബൈ ഓൺ ഡിപ്പാണ് സിൽവറിനെ സംബന്ധിച്ച്. ഗോൾഡ്, അടുത്ത ഗോൾഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ ആ ഒരു ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൽ വന്ന ആ ഒരു പ്രൊഫൈലിന്റെ POCക്ക് താഴെയാണ് അവൻ നിൽക്കുന്നത്. അവനെ സംബന്ധിച്ച് $4000 വളരെയധികം സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഗോൾഡിൽ നിൽക്കുന്നുണ്ട്. $4130 ഭാഗത്ത് ഹെവി സെല്ലിംഗ് നടക്കുന്നു. അപ്പോൾ $4000 $4130 ഇടയ്ക്കുള്ള റേഞ്ചിലാണ് ഗോൾഡ് ഇപ്പോൾ ഒരു സീറ്റ് കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പം 4130 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 4200, അതിന് മുകളിൽ $4250 ഭാഗത്തേക്ക് പോകാനും $4250 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് ഈ ഒരു ഹൈയുടെ ഭാഗത്തേക്ക് 4340, 4300, 4340, 4400 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് ഒരു ബൈ എന്ന് പറഞ്ഞാൽ 4130 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 4200, അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഹെവി ഒരു നല്ലൊരു ബ്രേക്ക് വരേണ്ട ചാൻസ് ഉണ്ട്. ഗോൾഡിനെ സംബന്ധിച്ച് $4000 ഒരു ബൈയിങ്ങിന്റെ മൊമെന്റമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. $4000 സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് വീണ്ടും റിവേഴ്സ് ചെയ്ത് 4130 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. $4000 പൊട്ടുകയാണെങ്കിൽ ഗോൾഡ് സെല്ലിംഗ് വരാം. ആ സെല്ലിംഗ് നമുക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി $3900, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ $3864 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം ഗോൾഡിൽ കൂടുതലാണ്. സ്റ്റിൽ ഞാൻ ഗോൾഡിലും സിൽവറിലും ബൈ ഓൺ ഡിപ്പിന്റെ ഒരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. ആ ഒരു ഓപ്ഷൻ പ്ലേ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. മിക്കവാറും ഈ ആഴ്ചയിൽ നല്ലൊരു മൊമെന്റം ഗോൾഡിലും സിൽവറിലും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഗ്യാസിന്റെ വീക്കിലി നിങ്ങൾ നോക്കുന്ന സമയത്ത് വീക്കിലി ഒരു പക്ക ഒരു താഴേക്കും മുകളിലേക്കും വന്നൊരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിട്ട് ക്ലോസ് ചെയ്ത ഒരു വീക്കാണ് നാച്ചുറൽ ഗ്യാസിന്റെ വീക്കിലി ബേസിസ് എന്ന് പറയുകയാണെങ്കിൽ.
സോ 400ന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച കഴിഞ്ഞ വീക്കിലും ഈ വീക്കിലും ഓൾമോസ്റ്റ് 400.9 എന്ന് പറഞ്ഞ എക്സാക്ട് സെയിം POCയുടെ ഭാഗത്തേക്കാണ് നാച്ചുറൽ ഗ്യാസ് വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നാച്ചുറൽ ഗ്യാസിൽ ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ 420 മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു മൊമെന്റം സ്റ്റാർട്ട് ചെയ്യാനും നാച്ചുറൽ ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ 430 440 ആ റേഞ്ചിന്റെ ഭാഗത്തേക്ക് പോകും. കാരണം യൂറോപ്പിൽ ഇപ്പം വരാൻ പോകുന്ന വിന്റർ കുറച്ചും കൂടെ കഠിനമായ രീതിയിലേക്ക് വരുമെന്നൊക്കെ റിപ്പോർട്ടൊക്കെ നാച്ചുറൽ ഗ്യാസിൽ വരുന്നത് കൊണ്ട് നാച്ചുറൽ ഗ്യാസിലേക്കുള്ള അറിയാലോ, ഓയിൽ യൂറോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്യാസിങ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മളെ ഹീറ്റിംഗ് ആവശ്യത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നാച്ചുറൽ ഗ്യാസിന്റെ ഒരു 420 മുകളിൽ സബ്സിഡി ഉണ്ടെങ്കിൽ ഫ്രഷ് ബ്രേക്കൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നാച്ചുറൽ ഗ്യാസിൽ 390യുടെ ഭാഗത്ത് സ്ട്രോങ് സപ്പോർട്ട് കാണുന്നുണ്ട്. 390 സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് നാച്ചുറൽ ഗ്യാസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. 390ക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ 380ക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ 390 380 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് സോൺസ് ആണ് നാച്ചുറൽ ഗ്യാസിൽ. 380 പൊട്ടി താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ മാത്രമേ ഒരു ഹെവി സെല്ലിങ്ങിലേക്ക് പോകുള്ളൂ. ഇല്ല എങ്കിൽ ആസ് ലോങ് ആസ് 380 390 രണ്ട് റീജിയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓൺ ഡിപ്പിൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഇതാണ് നാച്ചുറൽ ഗ്യാസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ക്രൂഡ് ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിൽ കഴിഞ്ഞ കുറേ ദിവസം ഞാൻ റേഞ്ച് ഇങ്ങനെ വച്ചേക്കുന്നത്. ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ 5274 എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് റേഞ്ച് പൊട്ടിയാണ് അവനെ ക്ലോസ് നിൽക്കുന്നത്. അവനെ സംബന്ധിച്ച് 5177 താഴെ ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്ത് 5000 അപ് ടു 5060 വരെ വരാനും 5040 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 5177 താഴെ ക്രൂഡ് ഓയിൽ സെല്ലിംഗ് തുടങ്ങി 5040 വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഫ്രഷ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് 5345 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രഷ് മൊമെന്റ് സ്റ്റാർട്ട് ചെയ്ത് 5450 5550 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 5350 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫ്രഷ് മൊമെന്റ് ക്രൂഡ് ഓയിൽ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ 5450 5550 ഭാഗത്തേക്ക് ക്രൂഡ് ഓയിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെല്ലിംഗ് എന്ന് പറയുമ്പം 5177 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീക്കിലി സിംഗിൾ പ്രിന്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ വീക്കിലി സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് അപ് ടു 5040 വരെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. 5040 പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിങ്ങിലേക്ക് വീണ്ടും ക്രൂഡ് ഓയിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. 5040 5350 എന്ന് പറഞ്ഞാൽ 300 പോയിന്റ് ഒരു റേഞ്ച് അവൻ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട്. സോ 5040 പൊട്ടുകയാണെങ്കിലോ 5350 പൊട്ടുകയാണെങ്കിലോ നമുക്ക് ട്രേഡ് എടുക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല 5177 പൊട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വീക്ക്ലി ബേസിസിൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ലെവൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിനു ശേഷം അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.